നമ്മുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് ഫീഡിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എപ്പോഴെങ്കിലും വന്നിട്ടില്ലേ? എൻ്റെ മകൻ ഉണ്ടാക്കിയതാ, ഒരു ലൈക്ക് തരുമോ? അതിൻ്റെ താഴെ അമ്മാവന്മാരുടെ അമ്മായിമാരുടെയും കമൻറ്റ്, സൂപ്പർ കുട്ട, അടിപൊളി ചക്കരെ, ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് 10,000, 10,000, 20,000 ഒക്കെ ലൈക്സ് ഒക്കെയാണ് അങ്ങനത്തെ പോസ്റ്റുകൾ കിട്ടാറ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വേൾഡ് വൈഡ് പല രീതിയിൽ പല ഭാഷയിൽ ഈ സംഭവങ്ങൾ എൻഗേജ്മെൻറ്റ് ഫാമിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിഡോമിനൻ്റ്ലി ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ ഇന്ത്യക്കാരും അതുപോലെ തന്നെ വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള സൗത്ത് ഏഷ്യൻസ് ആണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് ഫാമിംഗ് ആണ്. അതിൽ നിന്നും പൈസ ഉണ്ടാക്കുക മാത്രമല്ല, ഭാവിയിൽ വളർന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജ് വിൽക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ലക്ഷ്യം വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിൽ AI ചിത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള AI കണ്ടൻറ്റുകളെ ജനറലി പറയുന്നൊരു സംഗതി, എസ്പെഷ്യലി വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് AI സ്ലോപ്പ് എന്നുള്ള കാര്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ AI സ്ലോപ്പ് നമ്മുടെ ഫീഡുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു വേർഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സ്റ്റുഡിയോ ജിബിലി ട്രെൻഡ്. നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പ് സ്റ്റാറ്റസ് മുതൽ ഇൻസ്റ്റഗ്രാമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സാധനമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് ഹാംഫുൾ അല്ലാത്തൊരു ട്രെൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ക്രിയേറ്ററായ ഹയാവോ മിയാസാക്കിയുടെ ഒരു പഴയ വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ എമർജായി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇങ്ങനത്തെ ടെക്നോളജി ഒന്നും അദ്ദേഹത്തിൻ്റെ ആർട്ടിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു ലൈഫ് ഇറ്റ് സെൽഫ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുള്ളി ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള സ്റ്റൈലാണ്. അപ്പോൾ കൈകൊണ്ട് വരയ്ക്കുന്ന ആർട്ടാണ് അദ്ദേഹത്തിൻ്റെ ആനിമേഷൻ സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് അതല്ലെങ്കിൽ അത് കോപ്പി അടിച്ചിട്ടാണ് ഈ പറയുന്ന AI ഇമേജ് ജനറേറ്റേഴ്സൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജിബിലി സ്റ്റൈലിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേറ്റ് ചെയ്യപ്പെട്ട ഇമേജിൻ്റെ പുറകിൽ യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല, യാതൊരു ആത്മാവില്ല. സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു പടം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു എഫേർട്ട് ഉണ്ട്, അതിൻ്റെ പുറകിലൊരു ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. എനിക്ക് 10 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉള്ള എൻ്റെ ആർട്ട് ബുക്കാണ്. അതിനകത്ത് എൻ്റെ ചില കലാപരിപാടികളും ഞാൻ വരച്ച ചില സ്കെച്ചുകളും പടങ്ങളൊക്കെ അതിനകത്ത് കാണാം. ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി വരച്ച സംഭവങ്ങളുണ്ട്. അത് അത്ര വലിയ ക്രിയേറ്റീവ് സംഭവങ്ങളൊന്നും അല്ല. എന്തിരുന്നാൽ പോലും ആർട്ടിസ്റ്റിക്കായിട്ടും എത്ര വലിയ സംഭവങ്ങളാണ്. എന്തിരുന്നാൽ പോലും ഹൾക്കിൻ്റെ ഒരു പടം ഞാൻ ഗ്രോക്കിനോട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരൻ വരയ്ക്കുന്ന രീതിയിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നൊരു സംഭവമാണിത്. ഇപ്പോൾ ഇതും തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല. കാരണം ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് വർക്ക് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സോൾ ഉണ്ട്. പക്ഷേ ഈ മറ്റേ AI ജനറേറ്റ് ചെയ്യുന്ന സാധനത്തിന് യാതൊരു സോളില്ല, ക്രിയേറ്റീവ് വാല്യൂം അതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്റ്റൈല് കോപ്പി അടിച്ച് AI ആർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഈ പറയുന്ന പോലെ ജിബിലി സ്റ്റൈലൊക്കെ ചെയ്യുന്നത് അത് വെച്ചെന്നാലും ഇപ്പോൾ നിലവിൽ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് സാധാരണക്കാരൻ്റെ ക്യൂരിയോസിറ്റി ആയിട്ട് കണക്കാക്കാം. പക്ഷേ ഈ വലിയ മീഡിയ കമ്പനികളൊക്കെ ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ അപകടം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫീഡിലേക്ക് മുഴുവൻ ഇപ്പം തന്നെ ഇഷ്ടം പോലെ നമ്മളൊന്നും അറിയാതെ തന്നെ പല രീതിയിലും AI കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ AI കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഈ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് എൻ്റെ ഫീൽഡിൽ വന്നു. ഏതാണ്ട് 1,00,000 മുകളിൽ ആൾക്കാർ കണ്ടൊരു ന്യൂസാണ്. അപ്പോൾ അത് 24 ന്യൂസിൻ്റെ ഒരു വാർത്തയായിരുന്നു. അപ്പോൾ ഈ വാർത്ത ഞാൻ കാണാൻ തുടങ്ങി. ആദ്യം കുറച്ച് നേരം ഈ പറയുന്ന പോലെ ഒരു ലേഡി, ഒരു സ്ത്രീ സംസാരിക്കുന്നൊരു ശബ്ദമാണ്. അതുപോലെ ആദ്യം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും ഫുട്ടേജൊക്കെ കാണിച്ചു. അതിന് ശേഷം പിന്നെ AI സ്ലോപ്പാണ്, ചീപ്പ് ക്വാളിറ്റി AI ഇമേജസ് ആണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഓഡിയോയിലേക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചത്. ഓഡിയോയും AI ജനറേറ്റഡ് പോലെ തോന്നി. എനിക്ക് ഉറപ്പില്ല, പക്ഷേ 1-2 തവണ അത് കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ വോയിസ് മോഡുലേഷനിൽ യാതൊരു ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ അവർ പറയുന്ന ചില വാക്കുകളൊക്കെ പ്രത്യേകം റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതും AI ജനറേറ്റഡ് ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെ വലിയ മീഡിയ കമ്പനികളൊക്കെ ഇതുപോലെ AI ജനറേറ്റഡ് ലോ ക്വാളിറ്റി കണ്ടൻറ്റുകളാണ് നമ്മുടെ ഫീൽഡിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ യാതൊരു മാനസിക വാല്യൂ ഇല്ല ഗൈസ്. കാരണം ഇവർ വളരെ ചീപ്പായിട്ട് ഇങ്ങനെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ഫീൽഡിലേക്ക് പുഷ് ചെയ്യുന്നു. ഇവർക്ക് ആ നേരം കൊണ്ട് വലിയൊരു മീഡിയ കമ്പനിയാണ് നല്ലൊരു ആങ്കറെ സെറ്റ് ചെയ്യുക, ലോ ക്വാളിറ്റി AI ഇമേജസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജസ് ഉപയോഗിക്കാം. പണ്ടത്തെ കാലത്ത് AI ജനറേറ്റഡ് ഇമേജസിന് മുമ്പ് എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്
അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഈ ചീപ്പായിട്ടുള്ള AI കണ്ടൻറ്റാണ് നമ്മുടെയൊക്കെ ഫീൽഡിലേക്ക് ഇവർ തള്ളി കയറ്റി വിടുന്നത്. ഇതിന് യാതൊരുവിധ മൂല്യമില്ല ഗൈസ്. കാരണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് വളരെ ചീപ്പായിട്ടും ലോ കോസ്റ്റ് ആയിട്ടും കുറച്ച് ചള്ള് സാധനങ്ങൾ AI സ്ലോപ്പ് നമ്മുടെ ഫീൽഡിലേക്ക് തള്ളി വിടുന്നു. ഇതെല്ലാം മീഡിയ കമ്പനികൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫീഡ് മുഴുവൻ AI ജനറേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത കണ്ടന്റുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മീഡിയ കമ്പനികളാണെങ്കിൽ ആക്ച്വൽ ആങ്കേഴ്സിനും ആക്ച്വൽ പ്രസൻറ്റേഴ്സിനൊക്കെ ജോലി കൊടുക്കുക. അതല്ലാതെ ഇങ്ങനത്തെ ചീപ്പ് കണ്ടന്റുകൾ ആൾക്കാരുടെ ഫീൽഡിലേക്ക് തള്ളിവിടരുത്. ഇപ്പോൾ ഇവർ മാത്രം ചെയ്യുന്ന പരിപാടിയല്ല, വേറെ പല സംഭവങ്ങളും എൻ്റെ ഫീൽഡിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഒരു റിയലൈസേഷൻ വരുന്നത്, ദിസ് ഈസ് നോട്ട് റിയൽ, ദിസ് ഈസ് സം കൈൻഡ് ഓഫ് AI ബുൾഷിറ്റ്. അപ്പോൾ അങ്ങനെ ദിസ് ഈസ് ആൻ ഇൻസൾട്ട് ടു ലൈഫ് ഇറ്റ് സെൽഫ്. ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലത്തെ ചീപ്പ് AI കണ്ടന്റുകൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഡോണ്ട് റെക്കമെൻഡ് എന്നുള്ള സാധനവും അടിച്ചു വിടുക. കാരണം ഇതിന് യാതൊരുവിധ ക്രിയേറ്റിവിറ്റി ഇല്ല, ഹ്യൂമൻ എഫേർട്ട് ഇല്ല. നമ്മളെ വെറും കൺസ്യൂമേഴ്സ് മാത്രമായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സൊക്കെ ഇതിനെതിരെ പ്രചാരണം നടത്തുന്നത്. സോ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.